ഇതാണ് ഗൈസ് നെസ്റ്റോ മുല്ലപ്പള്ളി. ആ ഗൈസ് വളരെ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോവാണ്. എപ്പം ബുള്ളറ്റ് എടുത്താൽ പോക്ക്. ഇപ്പം വെയിലായതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോ കാണാം എവിടെ എങ്ങനെയൊന്നുമില്ല. ഒരു ഹോട്ടലിലും ഫുഡ് കിട്ടുന്നില്ല. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാ ഹോട്ടലും അടച്ചിരിക്കുകയാണ്. ഫേവറേറ്റ്സ് ഹോട്ടൽസ് എല്ലാം. സോ പോകുന്ന പോക്കിൽ എവിടെയും ഫുഡൊക്കെ കഴിച്ച് ഒരു 1 ഡേ ട്രിപ്പ്. മോൻ എക്സാം ആയതുകൊണ്ട് ലേറ്റ് ആയിട്ട് എല്ലാവരും സ്ലീപ്പ് ആക്കുന്നതുകൊണ്ട് അവരില്ല. ഒന്ന് ചുമ്മാ കറങ്ങിട്ടിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. പെട്രോൾ വരുന്ന ഗൈസ്, ഇതാണ് പെട്രോൾ ചെയ്തൊരു നമ്പൻ. അതിന് ലിഫ്റ്റ് എടുത്ത് സഹായിച്ച്. ഇന്ന് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കും. ഇപ്പൊ ഞാനങ്ങ് സ്വർഗത്തിലെടുത്ത് എനിക്ക് ഭാഗ്യങ്ങൾ തേടിയിട്ടു. പ്രാർത്ഥിക്കൂല? ഉറപ്പല്ലേ? ആയിക്കോട്ടെ, റെഡി. അങ്ങനെ പെട്രോൾ അടിക്കാണ്. അപ്പൊ നമുക്ക് ഇന്ന് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാലേ? എന്താ പറയുന്നത്? ഞാൻ അടിച്ചിട്ട് പൈസ ഞാൻ കൊടുക്കണ? പറ്റില്ല. എന്താ പെട്രോള്? ഞാനിത് വെച്ച് ഞാൻ കത്തിച്ചാലോ? സംഭവം അങ്ങനെ ഞാൻ ഫുൾ MDMA പിടിയിട്ട് പൊറാട്ടയും ബീഫും മേടിച്ചെന്നല്ലോ. ശരിക്കും യൂട്യൂബറാ? ഇൻസ്റ്റ ഫോളോ ചെയ്യും. ഇങ്ങനെ കളിക്കുന്നവര് ഹെൽപ്പെല്ലാം ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം യൂട്യൂബോ എന്നാ സബ് ഓൺ ദ സ്പോട്ട് ചെയ്യുന്ന ഇൻസ്റ്റയിലും എന്താ ഇൻസ്റ്റ ഒഴിവാക്കിയ ഓള് ഫ്ലവർ പറഞ്ഞതാ, ഉപയോഗിക്കാൻ പാടില്ല. ഗ്ലാമർ കൊണ്ട് ഫാൻസ് കൂടുന്നുണ്ട്. എന്നാ ചെയ്യുന്ന എവിടാ ഷബീർ SRK. നോക്കണ്ട. ഇതേപോലൊരു ഹെൽപ്പ് ചെയ്യാൻ ഖത്തറിന്ന് ചെയ്തൊക്കെയാണ്. പക്ഷെ മില്യൻസ് അടിച്ച്. ഇത് മില്യൻസ് അടിക്കട്ടെ. ഇതടിക്കും തോന്നില്ല. അതൊരു പാകിസ്ഥാനി ആയതുകൊണ്ട് പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്തുണ്ട്. ഹെഡിങ് കിട്ടിയാ നെറ്റൂല്ലേ? 5 ദിവസം ആടോ ഉമ്മാന്റെ പേഴ്സ് പൈസ അടിച്ചു ബൈക്ക് എടുത്ത വണ്ടി കഴിഞ്ഞതാ. ഇഞ്ഞ പെട്രോൾ അടിച്ച് കാറ്റിട്ടേ ഞാൻ പോകുള്ളൂ. എല്ലാം മാറ്റണല്ലേ? അറിയാണ്ടങ്ങ് വന്നു പോകും അല്ലേ? വണ്ടിക്കകൾ തന്നെയാ പണി. അപ്പൊ ചായ മേടിച്ചേരാ? വേണ്ട, പൊറാട്ടയും ബീഫും എടുത്തു. വണ്ടി എടുത്തു. അപ്പോ എപ്പോ ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പിന്നെ നിന്റെ മുന്നിൽ എത്തിച്ചു ആയിരിക്കൂലേ? നീ ഇതെല്ലാം ഇൻസ്പിറേഷൻ ആയിട്ട് ചെയ്തോ. ഇതാ മിഡിയേരി തന്നെ എന്റെ പെട്രോൾ മൊത്തം കത്തിക്കണ്ട. വണ്ടിയിൽ ഇപ്പം പെട്രോൾ വെക്കേണ്ടി വരും കേട്ടാ. ഞാൻ അന്തവും കുന്തവും ഇല്ലാണ്ട് വയനാട് ചുരങ്കാരും പോന്ന. അത് തന്നെ ഒരു വിഷയം. ഇതാ വണ്ടി? ഇതാ വണ്ടി? ഏത് ഖത്തറിലുള്ള ഷബീർ ഷംസീറോ? ഷബീർ ഷംസീറോ? ഷംസീർ എന്റെ ഒരുമിച്ച് പഠിച്ച. ഷബീർ എന്റെ കൂടെ ഇപ്പം കളിക്കലുണ്ട്. ഷംസീറിനെ അറിയാം എനിക്ക്. പുത്തൂര് ക്രിക്കറ്റ് കളിക്കുന്ന സാലിയും ഷംസീറിലും അങ്ങനെ
അങ്ങനെ ഇവിടെ പോയി മെഡിയേരി കുറച്ച് ചായ എടുക്കാമോ? അങ്ങനെ ഇവിടെ എവിടെയാ ചായപ്പൊടിയുള്ളത്? ചായ പിടിയല്ല, ചാവി എടുക്കാമോ? ഇതാണ് എൻ്റെ പടക്കുതിര. ഓക്കെ എന്നാ പറഞ്ഞ പോലെ അപ്പൊ 200 റുപ്യ വെറുതെ അല്ല, സർവീസ് എടുക്ക്. പൈസ ഇല്ലാന്ന് എനിക്കറിയാം, ഫോൺ പേ ചെയ്യാന്നായിരിക്കും. ഞാനിപ്പോ 5-6 സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഞാൻ മറന്നുകൊണ്ടേ. ഓക്കെ ബൈ. ഞാൻ മെഡിയേരി ഈ റൂട്ടിലൊന്നും ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അവനെ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അടിപൊളി ഒരു പോക്കറ്റ് റോഡ് കേട്ടോ, നല്ല വൈബുണ്ട് കാണാൻ. CPI മണിയില്ല, ഇന്നലത്തെ വീഡിയോയിൽ ഇവൻ്റെ ഫോട്ടോ എല്ലാവരും കാണുന്നുള്ളൂ. ബാക്കി ആരും പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല. അവിടെ നോക്കിയാലേ ഇവിടെ ഉണ്ടൊരു പാർക്കിങ്ങിൻ്റെ ഫോട്ടോ. ഇവിടെ BJP ഒന്നും സ്ഥാനാർത്ഥി ഇല്ല, ഉണ്ടാവില്ല, അറിയില്ല. രണ്ടാളെ കാണുന്നില്ല. ഏതോ ഒരു സ്ഥലം ചായ പിടിക്കാൻ, ചായ കുടിച്ച് തറവാട് ചായ. ഇതെൻ്റെ മെയിൻ സ്പോട്ടാണ് കേട്ടോ. വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് വീഡിയോസൊക്കെ എടുക്കുന്ന ബൈക്ക്. പക്ഷെ ബൈക്കിനൊക്കെ ഡ്രസ്സും കാറിൽ വരാൻ കേട്ടോ. ബൈക്കിങ്ങനെ എല്ലാവരും നിർത്തി മെല്ലെ മെല്ലെ പോവുക. കാറിൽ ഒരു യാത്രാക്ഷീണം അറിയില്ല. ചൂടായതുകൊണ്ടാണ് കാറിൽ വരാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഇവിടുന്ന് ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ട്രക്ക് ചെയ്യണം. അപ്പം അതിൻ്റെ പറ്റി അന്വേഷിക്കട്ടെ. എന്നാൽ പിന്നെ കാണാം ഗൈസ്. ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല, ഇവിടെ അല്ല എല്ലാ വർഷവും ഇറങ്ങുന്നത്. അപ്പം ഒരു ചായ കുടിച്ചിട്ട് പ്ലാൻ ചെയ്യാം കേട്ടോ. എത്രയോ ബെറ്ററാണ് വൈഫിൻ്റെ കൂടെയുള്ള. വെളിച്ചെണ്ണ വയനാട് ഒന്ന് ഇതെന്നോ ഒന്ന് കിക്ക് കിട്ടും ചായൻ്റെ കൂടെ. അത് ഒന്നുകൂടെ അടിച്ചോ, വീഡിയോ എടുക്കട്ടെ. ഒന്നുകൂടെ അടിച്ചോ. തടി വെക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് സാധനം വാങ്ങി കുടിച്ചിട്ട് തടി ഞാൻ മനസ്സിലാക്കുന്നറിയാം. നന്നായിട്ട് വ്യായാമം ചെയ്യാം. വയനാട് സ്ഥലം സോളോ ട്രിപ്പാണ് ഗൈസ്. കുറേ പിള്ളേരാണല്ല BMW ഉണ്ടല്ലോ കാർ എടുത്തിട്ട് മല്ലൂസ് തന്നെ അവിടെ ഇരുന്നിട്ട് കത്തിയടിക്കും. കുറേ നല്ല അഡ്വഞ്ചർ ബൈക്സ് BMW, ഹിമാലയം, പിന്നെ വേറെ ഇതൊക്കെ ഉണ്ട്. ചാർജ് ഒറ്റക്ക് വന്ന് അങ്ങനെ ആസ്വദിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത എൻ്റെ പ്ലാന് തമിഴ്നാട്ടിലേക്ക് പിടിച്ചാലോ നോക്കണം. എന്താണ് അഭിപ്രായം നോക്കട്ടെ. കുറേ പിള്ളേർ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാ സാറിൻ്റെ അടുത്ത് വന്നിട്ട്. അവിടെ എടുക്കുന്നുണ്ട് നിങ്ങൾ. ഇതാണ് ഫോട്ടോ എടുക്കുന്നത്. വയനാട് ചുരം. ഇത് ബൈക്ക്. ഇതാണ് ഗൈസ് റൈഡേഴ്സ്. ചായ കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, ചിക്കൻ. അങ്ങനെ വയനാട് ചുരത്തിൽ നിന്നും കുറച്ച് നേരം ഞാൻ ആസ്വദിച്ചതിന് ശേഷം പോകുന്നത് മീൻമുട്ടി. അവിടെ ഒരു നാരങ്ങ വയല അങ്ങനൊരു സ്ഥലമുണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. നല്ല അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പാതയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ചൂട്, ഉഷ്ണശാന്തി എന്ന് പറയുന്ന പോലെ ഭയങ്കര ഉഷ്ണമായിരുന്നു. ഞാൻ വിചാരിച്ച നാട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു എൻ്റെ വയനാട്ടിൽ പോയാൽ തണുപ്പ് ആസ്വദിക്കാൻ. പക്ഷേങ്കിൽ പ്രകൃതി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ചൂടിനെ തടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
അതൊക്കെ ആസ്വദിച്ച് ഞാൻ വണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. എൻ്റെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അലസ്വരസ്യപ്പെടുത്തിയിരുന്നു. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. കൈ ഞാൻ പുറത്തിട്ടു, തണുത്ത കാറ്റിങ്ങനെ ആസ്വദിച്ചു. ബുള്ളറ്റ് പോകുമ്പോൾ തണുത്ത കാറ്റുകൾ ഇങ്ങനെ തട്ടിത്തലോടി എന്നോട് കഥ പറഞ്ഞു പോകുമായിരുന്നു. പക്ഷെ അത് ഈ കാറിൽ പോകുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ഞാനിങ്ങനെ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ കൈ പുറത്തിട്ട് ആസ്വദിച്ചു. പിന്നെന്താ, ബൈക്കാകുമ്പോൾ ഇങ്ങനെ നിർത്തി ഇഷ്ടമുള്ളടുത്ത് പോക്കറ്റ് റോഡിലും കയറ്റി പാലത്തിൻ്റെ മുകളിലും കയറ്റി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. പക്ഷെ കാറിലാകുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ചിട്ട് പോകാം, ഫീലൊന്നുമില്ല. പക്ഷെ യാത്ര ക്ഷീണമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകാം നമുക്ക് വണ്ടി എടുത്തിട്ട്. ടൈം എടുക്കുന്നില്ല, ഈസി ആയിരുന്നു. പിന്നെ ചെടികളും പർച്ചേസൊക്കെ ചെയ്യുന്ന സാധനം വെക്കാൻ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ ബുള്ളറ്റിൻ്റെ മുകളിൽ വയനാട്ടിൽ നിന്ന് ചെടിയൊക്കെ കെട്ടി വന്നിരുന്നു. കൊക്കോ മരം 2 വർഷം മുന്നേ, അതിപ്പം കായുണ്ടായി. അപ്പം അതൊക്കെ തന്നെ. ഞാനായിരിക്കും ഫാമിലി ആയിട്ടൊന്ന് ഊട്ടി പോകാത്തത്. ഊട്ടിയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഭയങ്കര തണുപ്പാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഊട്ടി, കൊടക്, അങ്ങ് കൂർക്ക്, അങ്ങ് അതുവഴി ചെന്നൈ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ പകുതിയായപ്പോൾ മടി തോന്നി തിരിച്ചു പോകും, എങ്ങനെയും വീടെത്തണം എന്നുള്ള ചിന്ത. അപ്പോൾ നെക്സ്റ്റ് ടൈം പോകണം. അപ്പം തണുപ്പുള്ള സ്ഥലങ്ങൾ തേടി ഇങ്ങനെ പോയി വീഡിയോസൊക്കെ ചെയ്യണം. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. 2 ദിവസം എടുത്തിട്ട് വീഡിയോ. അപ്പോൾ മിനിഞ്ഞാന്നെടുത്തതാണ്. ഞാൻ ആസ്വദിച്ച് ഞാൻ തന്നെ സെൽഫ് ഡ്രൈവ് ചെയ്തു. ഞാൻ തന്നെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അടിച്ച് പൊളിച്ച് പോകുന്ന സീനാണ് ഈ കാണുന്നത്. ഒരു സോളോ റൈഡ് എനിക്ക് എപ്പോഴും ഫറലാണ്. നാട്ടിൽ വന്നാൽ വെറുതെ ചുമ്മാ മല കയറാം, അതൊരു വൈബാണ്. ഇന്ന് ഞാൻ വേറെ സ്ഥലം പിടിക്കുകയാണ്, കണ്ടറിയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെടീൻ്റെ ഷോപ്പ് കണ്ടു, നഴ്സറി. അടിപൊളി ചെടികൾ കായ്ച്ച് പോകുന്നില്ലെല്ലാം ചെറിയ പൈസ കിട്ടുവാണെ മേടിക്കാം, ഞാൻ മേടിക്കണ്ട. ഭയങ്കര സംഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഞങ്ങളിവിടെ ഉണ്ടാവില്ല, അപ്പം പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാവില്ല, നോക്കുവാൻ ആളുണ്ടാവില്ല. ഉണ്ടാവും നിങ്ങളെ 4 അതാ കടലാസിട്ട് അത്രയാ 150 നല്ല സാധനം. നിങ്ങൾ പറഞ്ഞ വില കൂടുതലാണ്. ഇതൊക്കെയാണ് നമ്മളെ പ്രശ്നങ്ങള്. കണ്ടില്ലേ, അതൊന്നും കൂടെ ബുഷായത്. അതാ വേണ്ടപ്പാ. മിറാക്കിള് കാഴ്ച കണ്ടോ? മിറാക്കിൾ അവിടെ ഉണ്ട്, പക്ഷെ കാഴ്ചക്കില്ല. ഇതാ മിറാക്കിള് അല്ല, എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ സ്ട്രോബെറി പേര, അടിപൊളി പേരത്. അത് പുളിയായിരിക്കും കുറച്ച്. ഇത് ഇതെന്നാ ഇത് പിന്നെ സീഡ്ലെസ് ലെമൺ, കുറവായിരിക്കും. അവിയല്ലാടെ ഉണ്ട്, ചെമ്പകം ഉണ്ട്. ചെമ്പകം ഞാൻ മെഞ്ഞാന്നാ മേടിച്ചത്. അന്നാ ഒരു കായുണ്ടായ സാധനം. ആ ഇതിപ്പോൾ നിങ്ങൾ തമിഴ്നാട് പോലെ ആക്കി വെച്ചിട്ടുള്ള. പക്ഷെ നിങ്ങൾ വില കുറക്കുന്നില്ലല്ലോ, വില കുറക്കുന്നില്ലല്ലോ. ആ ഇത്രയും സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒക്കെയാണ് മേടിച്ചത്. ഭയങ്കര കച്ചവടമൊക്കെ ആയിരിക്കും. അവൻ ഒരു 5 പൈസ ഡിസ്കൗണ്ട് കൊടുക്കില്ല, എല്ലാവരും കൊടുക്കുന്നുണ്ട്, നമുക്ക് ഫ്രീയും ഇല്ല. ആ പറഞ്ഞോ, പ്ലാന്റ് മാത്രല്ല, നിങ്ങൾ എന്നാലും ഒരു സന്തോഷത്തിന് എടുത്തു. ഞാൻ വടകരയിൽ നിന്ന് ചൊരവും കാര്യം ഇവിടെ വന്നത്. നമ്മുടെ മണ്ണൂത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മൾ നല്ല എല്ലാ മാസവും കുറേശ്ശെ വളങ്ങൾ ഇട്ടിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആക്കി കൊണ്ടുവരും. എന്നിട്ട് കസ്റ്റമർക്ക് നല്ല അറിവ് കൊടുക്കും. അറിവ് യൂട്യൂബിൽ വെറുതെ കിട്ടും. അതല്ല, അങ്ങനെയൊക്കെ അറിവല്ല. നല്ല നേഴ്സറിയില് നല്ല ഇത് കിട്ടണമെങ്കിൽ നല്ലോണം പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ചെടി കൊണ്ടുപോയിട്ട് നട്ടിട്ട് ഒരു നേഴ്സറിക്കാരും പറഞ്ഞു കൊടുക്കാതെ ഒരു ബഡ് മൂടിയിട്ട് വന്നിട്ട് കരിഞ്ഞ ആൾക്കാരുണ്ട്. നമ്മൾ നേഴ്സറിയിൽ കൊടുക്കുമ്പോൾ അതിന് ബഡ് മൂടിയിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കെയറിങ് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നേഴ്സറിയാണ് നോക്കാം. പിന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് കൊടുക്കും, വില ഓവർ എടുക്കില്ല. അത് നോക്കി വന്നത് അനുഭവത്തിലൂടെ. ചേച്ചി കള്ളം പറയുന്നല്ലോ, നല്ല വിലയല്ലേ ഇവിടെ? ரொம்ப பிரைஸ் ஜாஸ்தி தானே இங்க? கரெக்டான பிரைஸ். நிஜமா? ഓക്കെ. മൂപ്പർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഹസ്ബൻഡിനാ? ആഹാ. മൂപ്പര് പറഞ്ഞ അറിവ് കാണിച്ച് കുറേ മനസ്സിലാക്കി. കാരണം അല്ല, പൂക്കാരി പെണ്ണ് പൂവുമായി വരുന്ന മക്കളെ
ഉക്കാരിപ്പണ്ണ എവിടെയാ സ്ഥലം പറഞ്ഞോ? തമിഴ്നാടാ. ഇവിടെ എത്രയായി? ആ പോട്ടെ, ഇവിടെ എത്രയായി? ആ 2 കൊല്ലം. ഫാമിലിയല്ലോ? ചാക്ക് ചാക്ക് വിരിച്ചിട്ട് വെക്കുന്ന ചെടി വീണാവൂല വണ്ടി. ചെടി വയനാട് ആന വണ്ടി. വയനാട് വന്നിട്ട് ആന വണ്ടി കണ്ടി. അപ്പോൾ യുദ്ധമായതുകൊണ്ട് പെട്ടെന്ന് നാട്ടിൽ പോടുന്നതാണ്. അങ്ങനെ നാട്ടിൽ വിചാരിക്കാത്തൊരു ലോട്ടറി പോലെ പെട്ടെന്ന് വരാനുള്ളൊരു അവസരം കിട്ടി. അത് ഞാൻ അന്നൊക്കെ ഫ്ലൈറ്റ് ഓണെന്ന് അന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് കയറി ഫാമിലിയായിട്ട്. അപ്പം 6-ാം തീയതിക്ക് തിരിച്ച് ടിക്കറ്റ് എടുത്തതാണ്. അത് പോകാൻ പറ്റുമെന്ന് അറിയില്ല. കമ്പനി ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ 1 മാസം കൂടെ എക്സ്ട്രാ ഇട്ടു. 20 വർഷത്തിന് ശേഷം ഒരു 30 ദിവസത്തിൽ കൂടുതൽ നിൽക്കാനുള്ള ഒരു അവസരം. കുറേ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഗൾഫൊക്കെ നിർത്തി നാട്ടിൽ സെറ്റിലാവണം, മടുത്ത് 1 മാസം 25 ദിവസം ലീവ് എന്നൊക്കെ. അപ്പം കിട്ടിയൊരവസരം അങ്ങ് മുതലാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാനിവിടെ എത്തി. ഇവിടെയാണെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽസ് ഇല്ല, പുറത്ത് പോകാനൊരു വൈബില്ല. അപ്പം അങ്ങനെ തന്നെ. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി സ്ഥലം. ഈ കട നല്ല രസമുള്ള സ്പോട്ടായിരുന്നു. പക്ഷേ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. പാർക്കിംഗ് ഉണ്ടായിരുന്നു എടുക്കാൻ. ഈ ചെറു കാട്ടിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാലാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എത്താവുക. അതിങ്ങനെ വൈബിൽ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകണം. പാട്ടിട്ട് ആസ്വദിച്ച് എന്തൊക്കെയോ വോയിസ് ഞാൻ ഓവർ ചെയ്തിരുന്നു. പക്ഷേങ്കിൽ പാട്ട് കോപ്പി റൈറ്റ് വരുന്ന വിചാരിച്ചുകൊണ്ട് അത് കിട്ടില്ല. പക്ഷേ നല്ല വൈബ് സ്ഥലമാണ്. പക്ഷേ തണുത്ത കാറ്റോ അങ്ങനത്തെ ഒരു ഫീലോ ഒന്നും കിട്ടുന്നില്ല. ഒരു എന്താ പറയുക, ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു. എങ്ങനെ കയറ്റാവോ ഇറക്കാവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് കയറി നല്ല കാപ്പിത്തോട്ടം, തേയിലത്തോട്ടം എന്നാ പറയും. ഇങ്ങനെ ഇതുപോലെ ആക്കണം എന്നാണ് എൻ്റെ വീട്. എനിക്ക് ആഗ്രഹം. നോക്കട്ടെ, ഇതുപോലെ വലിയ വലിയ മരങ്ങൾ നടാൻ പറ്റുന്ന വലിയ സംഭവമായിരിക്കണം. പക്ഷെ അത് പറ്റുന്നില്ല. ഈ വഴികളൊന്നും ഉണ്ടാകും, വഴികളെല്ലാം ഫുള്ള് മരങ്ങളായിരിക്കണം. അതിൻ്റെ ഇടയിൽ കുറച്ച് ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക, നല്ല വൈബായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ കാൽക്കുലേഷൻ. ഓക്കെ, അടുത്ത പ്രാവശ്യത്തേക്ക് ഒന്ന് സെറ്റാക്കണം. ഇപ്പോൾ എല്ലാ ചെടികളൊക്കെ 2-3 ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ഫുൾ ചെടികളൊക്കെ, വേണ്ടാത്ത ചെടികളൊക്കെ പറിച്ചു, പുതിയ പുതിയ പ്ലാന്റുകളൊക്കെ നട്ടു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അത് അടുത്ത വരുന്നതിനൊക്കെ ഇൻഷാല്ലാ സെറ്റാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടറിയാം. അപ്പോൾ ഇതാണ് നമ്മളെ റൂട്ട് കേട്ടോ. പറഞ്ഞ് ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ്. എൻ്റെ ഭാഷകളൊക്കെ സംസാരങ്ങളൊക്കെ മാറ്റണമെന്ന് എനിക്കൊരാഗ്രഹം. നമ്മൾ ഈ മലയാളി വടകരക്കാരുടെ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റിയൊന്ന് പരിഷ്കരിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ട്. ആ ഒരു പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചെറിയ സ്റ്റാർട്ടപ്പ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല ഇത് ഡബ് ചെയ്യുന്നതാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. യാ, അടിപൊളി സോങ്ങെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി വൈബ് സ്ഥലം. വൈബാണ്, പക്ഷേ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒറ്റയ്ക്കൊരു ഫോൺ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നല്ല. ഇത് ഫോൺ എൻ്റെ ഹെഡിൽ ഞാൻ മോൾഡ് ചെയ്ത് വെച്ചതാണ് ഗൈസ്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിച്ചെന്നുള്ള സംസാരം വേണ്ട. ഞാൻ തല തിരിക്കുമ്പോൾ അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് തിരിയും. അതൊക്കെയാണ് എൻ്റെ ഓപ്ഷൻ. ഇത് ശരിക്കൊരു കുന്നുകാരുന്ന പോലെ കൊല്ലിയാണ് ലെഫ്റ്റ് സൈഡ് ഗൈസ്. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് കഥ. ഇതാ ഈ വീടുകളിൽ ഭയങ്കര കൊല്ലിയ. ഒരു വണ്ടി വന്നിരുന്നു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിരുന്നില്ല. കഷ്ടിച്ച് എങ്ങനെയോ വണ്ടി തിരിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് വയനാട്. എനിക്ക് മൂന്നാറിനെക്കാട്ട് ഇഷ്ടപ്പെട്ടത് വയനാട് കേട്ടോ. പക്ഷേ വയനാട് ഇപ്പം കുറേ കൊത്തിപ്പൊളിച്ച് എന്താ പറയുക, തുരങ്കം വരുന്നുണ്ട്, കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പച്ചപ്പിൻ്റെ ബ്യൂട്ടി പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിക്കും ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് കാണാൻ നല്ല വൈബാണ്, നല്ല സീനറി കാണാം, നല്ല അടിപൊളി. ഇങ്ങനെ പോകാൻ ഈ ഇതിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം, വിൻഡൊക്കെ താത്തി. വേറെ വണ്ടിയൊന്നുമില്ല, എൻ്റെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ അടിപൊളിയിൽ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തത്. 2 ചെക്കന്മാർ അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അവർ മാത്രമുണ്ട്. പിന്നെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും വണ്ടികളൊക്കെ വന്നു.
എൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മുകളിലും കൂടിയും പച്ചപ്പ് വേണമായിരുന്നു. അവിടെ പച്ചപ്പ് ഉണ്ടായിരുന്നില്ല, വെറും പിന്നെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്ത് മണ്ണായിരുന്നു. അതും കൂടി പച്ചപ്പായിരുന്നുണ്ട്, നല്ല വൈബായിരിക്കും. ഞാനിതാരോടൊക്കെ അതൊക്കെ പറയുന്നത്, നിങ്ങളിത് കേട്ടിടിച്ച് ബോറടിക്കുന്നുണ്ടാവും. ഞാൻ എന്ത് തേങ്ങ പറയുന്നൊക്കെ വിചാരിക്കുന്നത്, കുറച്ച് ഇങ്ങനെയൊക്കെ കിടക്കട്ടെ. ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞ് നൊസ്റ്റു അല്ലേ, ഓർമ്മകളിങ്ങനെ ആയി. വീട്ടിലിരുന്ന് കുറേ ഒരു കൊച്ചുമക്കളെല്ലാം ആയിട്ട് ടി വിയിലിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു വൈബല്ലേ, അതിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. യൂട്യൂബ് നിങ്ങൾ വരുവാനെന്നല്ല, ഞാൻ റിച്ചാണ്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇനി കുറച്ച് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. ലെറ്റ്സ് സീ. പിന്നെ മറ്റേ വീഡിയോ ഞാൻ ചെയ്തത് ചേട്ടന് മൂവിശുള്ള, അത് വേറെ ഏതോ വീഡിയോ അന്നേരം കോപ്പി അടിച്ചിട്ട് ടപ്പേന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്തത്. അതല്ലാണ്ട് എൻ്റെ ഒരു ഇതൊന്നും വെച്ചിട്ട് ഞാനതൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ അന്നേരം പെട്ടെന്ന് വന്ന് സെക്കൻഡ് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ പ്രിപ്പയർ ആയിരുന്നില്ല. ഇതാണ് ഗ്രീനറി ഇല്ലാത്ത ഗ്രൗണ്ട്. ഇവിടെയും കൂടി ഗ്രീനറി വന്ന് പൊളിച്ചടക്കിയാണ്. ഇവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ വെച്ച് ഇങ്ങനെ ചുറ്റും നോക്കുക എന്നല്ലാണ്ട് കാറ്റൊന്നുമില്ല. തണുത്ത് തട്ടിത്തലോടി പ്രണയിച്ച് പോകാനുള്ള കാറ്റും ഇതൊന്നും കവിതയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ചുമ്മാ ഒന്ന് വണ്ടി റൗണ്ടൊക്കെ അടിച്ച്. ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി, ഇതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ കുഴപ്പമായിരുന്നില്ല, സംഭവം ഇറ്റ്സ് ഓക്കെ, വൈബാണ് എന്ന് പറയാം. പിന്നെ വൈഫും മക്കളൊക്കെ തബക്ക് പോയി ഫുഡ് അടിക്കും. ഞാനിങ്ങനെ പുറത്ത് പോയിട്ട് എനിക്ക് നല്ല നാടൻ ബീഫും പൊറോട്ട കഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി. അവരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇത് ഡബ് ചെയ്തത്. ഇനിയിപ്പോൾ അവർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡബ്ബിന് ഞാനിവിടെ നിർത്തി ബാക്കി വീട്ടിലെത്തിയിട്ട് ഡബ് ചെയ്യണം. ഈ കാർ ഇവിടെ നിന്ന് കുറേ നേരമായി കാറാന്ന് നോക്കുന്നത്, പക്ഷെ നടക്കുന്നില്ല. കാറിങ്ങനെ നടക്കുന്നില്ല. പിന്നെ അതിൽ നിന്ന് ആളൊക്കെ ഇറങ്ങി മെല്ലെ കയറി. ഇതാ അങ്ങനെ അവിടെ ഇരുന്ന് അവരൊക്കെ ഫോട്ടോ എടുത്തു, അവരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു വരുന്നു. പിന്നെ ഞാനത് വേറൊരു ഇടുക്കുള്ള റോഡുണ്ടായിരുന്നു, അവിടെ പോയി. അവിടുന്ന് നേരെ ഇറക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അപ്പം ഞാൻ തിരിച്ചു. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്, പക്ഷേ ഇത് ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയ വണ്ടിയെല്ലാം വരുന്നുണ്ട്, മറ്റേ ആൾട്ടോ അതൊക്കെ വണ്ടി വന്നാണ്ട്. പക്ഷേ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം വയനാടൊക്കെ കാണാം. ഫുള്ള് മലകൾ കൊണ്ട് പുതച്ച പച്ച കൊണ്ട് പുതച്ച മലകളും അതിൻ്റെ ഇടയിൽ നടുവയിലൂടെ ഞാനും. കുറേ ആദിവാസി കോളനിയൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കാര്യം വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷേ ആദിവാസികളോട് അധികം കളിച്ചുകൂടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ അധികം ഫോട്ടോസും വീഡിയോസും അവരെ ഇടങ്ങാറാക്കാനൊന്നും പാടില്ല, ആദിവാസി ആക്ട് പ്രകാരം എന്നൊക്കെ പറയാനായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു കോളനി കയറണം. പിന്നെ ഇതാണ് കണ്ട ഇറക്കം. ഈ ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കൊല്ലിയാണ്, സൂയിസൈഡ് പോയിൻ്റെല്ലാം പോലെ. എന്നെ ഇറക്കി കൊടുത്താൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ വണ്ടി അവിടെ നിന്ന് തിരിച്ചു ഞാൻ നേരെ വീണ്ടും വരുന്നു എവിടത്തേക്ക്, നാട്ടിലേക്ക് പോകണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. വയനാട്ടിൽ അധികം ഹോട്ടലൊക്കെ പൂട്ടിയിട്ടാണുള്ളത്. അപ്പം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. വെളഞ്ഞിനും ജ്യൂസും കരിമ്പിൻ ജ്യൂസൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊക്കെ വരുന്ന വഴിക്ക് ട്രൈ ചെയ്യുന്ന വീഡിയോസ് വരുന്നുണ്ട്. അങ്ങനെ വണ്ടി തിരിച്ചു നാട്ടിലേക്ക് പോവാണ്. നല്ല അടിപൊളി വൈബ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നേരിട്ട് കണ്ടോ. സ്ഥലം മാരി അങ്ങനെ എന്നെ കിട്ടി കേട്ടാ. മാരി പോന്നു, എന്താ രസം. One of the vehicle door is open. Please close. അടിപൊളി. ആദിവാസികളുടെ കോളനിയല്ല, കാര്യമൊക്കെയല്ലോ. നല്ലൊരു കോളനിയുണ്ട്, ഒരു കോളനിയുണ്ട്. ക്യാമറ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി പണി അടിച്ച് ജാമ്പോ അറിയില്ല. ഇപ്പം അങ്ങോട്ട് പോണ്ടേ, അങ്ങോട്ടാണോ കൊണ്ട് അങ്ങോട്ടാണോ.
സൂചിപ്പാറ എന്ന് പറയുന്നതാന്ന് തോന്നിട്ടോ. സൂചിപ്പാറ എന്ന് പറയുന്ന സാധനം അതാന്ന് തോന്നുന്നു. ഒരു സൂചി പോലെ കാണുന്നുണ്ട്. സംഭവം വൈബ്. നല്ല തണുപ്പ് കാലത്ത് വന്നാൽ അടിപൊളിയാവും. ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലം ആസ്വദിച്ചത് നമുക്കിങ്ങനെ പോകാം. വൈബ് വൈബ് ഒന്നു മുതലായി കാരോ കയ്യിൽ അടച്ചാണ്. ടിച്ച ചെടികൾ എന്താവും. നാട്ടില് ബോംബെല്ലാം പൊട്ടുമ്പോ എവിടെ ഉള്ളവർക്ക് ഇതെല്ലാം കാണുന്നുണ്ട്. Brake is engaged. One of the vehicle door is open. Please close. One of the vehicle door is open. Please close. കൊല്ലിയാണ് guys. കൊല്ലി എല്ലാം കാര്യമായിട്ട് ഞാൻ വന്നത്. Oh my God. ആകാശം ഇവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്യാണ് ഗൈസ്. കട്ടോടായിരുന്നു ഇവിടെ. One of the vehicle door is open. Please close. One of the vehicle door is open. Please close. ഈ കാട്ടിലൂടെ ഒരു യാത്ര. കാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട് ഇങ്ങനെ കാടാക്കി എടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് 1-2 കൊല്ലം കൊണ്ട് സെറ്റാക്കും. അല്ലെങ്കിൽ ഒരു കാട്ടിൻ്റെ നടുവിൽ വീടെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ ആദിവാസികൾ മുന്നേ ക്രോസ് ചെയ്ത് പോകുന്ന സീനാണ് ആ കണ്ടത്. അപ്പം ഇവിടെയൊക്കെ നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി കുറേ ചെടികളൊക്കെ കണ്ടു. പിന്നെ നല്ല റോഡാണ്, പച്ചയാണ്, ഫുള്ളായിട്ട് ഗ്രീനറി. ഈ വീഡിയോ എല്ലാവരും ഗൾഫിലിരുന്ന് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. കാരണം ആ യുദ്ധത്തിൻ്റെ എല്ലാം ആ ഒരു ഇതിൽ നിന്ന് മാറി ഒന്ന് മനസ്സ് ഫ്രഷ് ആകാൻ ഈ പച്ചപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നൊരു തോന്നൽ. നല്ലതാ പുതിയതാ? പുതിയതല്ല, പഴക്ക വണ്ടി. അല്ല ഇത് നല്ലതാ. ഓ നല്ലതാണ്. തേനല്ല ഒറിജിനലിനാ? പക്ക ഒറിജിനൽ. എത്ര ആഴ്ച? ആ മതി ആ എത്ര ആഴ്ച ഒറിജിനൽ? ആ ഇതെന്നാ കല്ലുപ്പ? ഇതെന്നാ കൽക്കണ്ണ? ഇത് നിങ്ങൾക്ക് കിട്ടും. ഇവിടുത്തെ കലക്കി പോയി അതുകൊണ്ട് കിട്ടൂല. വേണ്ട വേണ്ട. കുഴപ്പമില്ല. ആ കുഴപ്പമില്ല. അല്ല കൂവൊക്കെ എത്രയാ? കൂവപ്പൊടി പിന്നെ 1 കിലോ 300 രൂപ. 1/2 കിലോ 300 രൂപ. നിങ്ങളവിടെ 1200 ഇല്ലേ? അവിടെ നാട്ടിൽ പറഞ്ഞൂടാ. പിന്നെ 1200 രൂപ കൂവപ്പൊടിക്കാം. ഓ അപ്പൊ എൻ്റെ എത്ര ഇപ്പോൾ? അപ്പോൾ എത്രയാണ് കൊണ്ട് അതുപോലെ പശുന്നേ? നിങ്ങളവിടെ 1200, ഇവിടെ 900. ഒന്നും പറഞ്ഞൂടാ. നാടൻ കാപ്പിലാ? നമ്മൾ തന്നെ പൊടിക്കുന്നത്. വയനാട് നാടൻ കാപ്പി. വായു ഗുളിയാണ് കിട്ടുന്നില്ല. നിങ്ങൾ വായു ഗുളിയ മേടിക്കാൻ പോന്നാൽ അതാണിത് കേട്ടാ. ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകുന്നില്ല. അഞ്ചില്ല സാധനം തീർന്നേ, വണ്ടി വരാതെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ 4 വണ്ടി വരും. നമ്മൾ യുദ്ധമെല്ലാം കഴിഞ്ഞ് വരുന്നതല്ലേ. നിങ്ങൾക്ക് നിങ്ങളെല്ലാം നമുക്ക് സഹായിക്കണ്ടേ? നിങ്ങൾ എന്തെന്നാ അടിപൊളി വൈബല്ലേ നിങ്ങൾക്ക്? കണ്ണി വാങ്ങ ചെറുന്നാ. നിങ്ങൾ എവിടെയാണോ? ഇല്ലാപ്പിളി. ഇല്ലാവിളി തന്നെയാ? അല്ല അതിനാണ് പൈസ കുറഞ്ഞത്. ഇത് പൊരിച്ചിട്ട് തന്നോ? അയ്യാ ചോറിനോട് മിക്സ് ഇനി ചെയ്യാം. നമ്മളെ കൊണ്ടാട്ട മുളകില്ലേ, അത് പൊരിക്കും പോലെ തന്നെ പൊരിക്കണം. എന്നിട്ട് ചോറിൽ മിക്സ് ചെയ്യാം. മിക്സിൽ കടിച്ചു നിന്നാ പൊടിച്ചിട്ട് അതിലിടുകയും ചെയ്യാം. നിങ്ങളെടിയാ? ഇത് എൻ്റെ ബാക്കിൽ സൗകര്യം. നിങ്ങളിവിടെ ഇവിടെ തന്നെയാ? ആഹാ ഭാഗ്യവാനല്ല. മറ്റേ കാപ്പി മറ്റേ കുരുവുണ്ട്. അത് ഏതാ അത് വന്നിട്ട് വെളുപ്പിനെ കൊണ്ടുവരും. പിന്നെ ചില ആൾ വന്നിട്ട് ചെയ്യും, ഞങ്ങൾക്ക് ഇതാ വണ്ടി എന്ന് പറയും, അത് വാങ്ങും കൊടുക്കും. പിന്നെ ടോക്കൺ അതുകൊണ്ട് ഇത് ജിഞ്ചർ കോഫി ചുക്ക് കാപ്പി പൊടിയാ? അത്രയാ?
നെല്ലിക്കപ്പാനി, കാന്താരി, സോഡയിലിട്ട് മിക്സ് ചെയ്യല. നാരങ്ങയോ ഉപ്പോ പഞ്ചസാരയോ കേട്ടോ. ഏലക്കായ പൊടിച്ചിട്ട് കഴിവൊന്നും ഏലക്കായ ഉണ്ടാക്കണ്ട, പിന്നെ തൊണ്ടൊന്നും കളയണ്ട. എന്നുവെച്ചാൽ ഇത് ഒറിജിനൽ പൊടിയായതുകൊണ്ട് മറ്റേ പൊടി കുടിക്കുന്ന ഇത് കുടിക്കുമ്പോൾ ഒരു രുചി കിട്ടില്ല. അപ്പോൾ അതേ ഏലക്കായി പൊട്ടിച്ചേക്കോ. പിന്നെ ഉരുവ എന്തെങ്കിലും ചേർക്കുന്നത് നല്ലതാവും. അല്ല ജീരകോ ഗ്രാമ്പോ പട്ടിയും ചേർത്താൽ നല്ലതാണ്. പിന്നെ ഇങ്ങനെ കുടിക്കുന്നതിനൊന്നുമില്ല, ഒരു രുചി കിട്ടുമല്ലോ അത് മാത്രം. ഇത് ഒറിജിനൽ. അതാണ് ഈ പറഞ്ഞ എല്ലാവരും ഞാൻ മാമ പറഞ്ഞു കൊടുക്കില്ല. എന്നാ ഓക്കെ, കാണാം. സലാം. കൂടിന് എത്രയാ? കൂടിന് വേണ്ട ഓട്ടെ. ആളെ വീട് തന്നെ ചെയ്തേട്ടാ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. മേടിച്ച് സാധനമൊക്കെ മേടിച്ച് അങ്ങനെ സ്വന്തം കൂട് തേടിയുള്ള യാത്ര തിരിച്ച്. അപ്പം ചുരം ഇറങ്ങലാണ് ഈ പരിപാടി. ഇതൊക്കെ വയനാട് കുറ്റ്യാടി ചുരം ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു കോഫി ചോക്ലേറ്റ് ഷോപ്പുണ്ട്. പിന്നെ എന്തിനുള്ളത് ഒരു അടിപൊളി ഫാമുണ്ട്. ഇവിടെ നല്ല കൊക്കോ മരങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച അവിടെ നിന്ന്. റോഡ് പണി നടക്കുന്നുണ്ട്, വയനാട് റോഡ് വീതിയാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പൊളിഞ്ഞ് വീഴുന്നതുകൊണ്ട് സൈഡ് കുറേ പാറക്കല്ലുകളെടുത്ത് കുറച്ച് വീതി കൂട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എവിടെയോ തുരങ്കം വരുന്നൊക്കെ പറഞ്ഞിരുന്നു, അത് എവിടെയാണെന്ന് കണ്ടിട്ടില്ല. തുരങ്കം എവിടെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചുരത്തിൻ്റെ മേലെ കയറിയിട്ടൊന്നും പോകണമെന്നുണ്ടാവില്ല. അപ്പം ഇതിലൂടെ ഇങ്ങനെ ആസ്വദിച്ച് പോയി. ഇതാണ് മെയിൻ എന്താ പറയുക ഹബ്ബ്. എന്താ പറയുക ചുരത്തിൽ മെയിൻ ഹബ്ബ്. 9ാം വളവ് 7ാം വളവ് ഏതാണെന്നറിയില്ല. ഇവിടെയാണ് എല്ലാവരും നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോസ്. ഇവിടെ നിന്നിട്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ ബൈക്കൊക്കെ വന്ന് പാർക്ക് ചെയ്യുക. കഴിഞ്ഞ വർഷമൊക്കെ പോലീസുകാർ ഫൈൻ എഴുതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്തപ്പോൾ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ആ സൺഡേ ആണ് ഇവിടെ വന്നത്, അതുകൊണ്ടാണോ എന്നറിയില്ല. ആരെയും കാണുന്നില്ല. അപ്പം ഈ ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തും കുഴപ്പമില്ല. ചുരം ആന വണ്ടിയൊക്കെ വരുമ്പോൾ വണ്ടി ഓപ്പോസിറ്റ് ദിശയിലാണെന്ന് തോന്നി തിരിക്കേണ്ടത്. ആ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. കുറേ വർഷം മുന്നേ വന്നപ്പോൾ ഞാനങ്ങനെ തിരിച്ചതുപോലെ തോന്നിയിട്ടുണ്ട്. രാവിലെ പോകുമ്പോൾ ഒരു വണ്ടി ഫാമിലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നുണ്ടായിരുന്നു. അവരോട് ഹെൽപ്പ് വേണോ ഡ്രോപ്പ് വേണോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞേ അവർ എന്താ പറയുക പിക്ക് ചെയ്യുന്ന ക്രെയിനില്ല, അതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് പറയാ മറന്നുപോയി. അപ്പം കുറേ കാറുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് എന്നെ ചുറ്റിപ്പറ്റി. അങ്ങനെ വീണ്ടും അടുത്ത ചുരം ഇറങ്ങുകയാണ് ഗൈസ്. ഇതാണ് ആ വളവ്. കണ്ട നല്ല ബ്യൂട്ടി, സൂപ്പർ ബ്യൂട്ടി. ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്ന കണ്ണാടിയിൽ ആൾട്ടോ കാണുന്നു. എന്നാ വൈബ്. ഇതാണ് ഞാൻ പറഞ്ഞ കരിമൻ ജ്യൂസ്. ഞാൻ ചെയ്തൊന്നല്ലേ വിളിച്ചേ വിളിച്ച് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയ ആണല്ല